അപ്പൻ പോയി. ഇതെങ്ങനെയുണ്ട് വണ്ടി? പൈഡബിളോ? സീതാ മോഡലിൽ ഒരു വണ്ടി ഉണ്ടല്ലോ, അത് ഇതല്ലേ? ഇതിപ്പോ ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഇന്നത്തെ ട്രാഫിക് കുറവുള്ളതുകൊണ്ടേ, ഇന്നത്തെ ട്രാഫിക് കുറവുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഓടിത്തീരണമെങ്കിൽ എടുക്കുന്ന സമയം. ചില ദിവസം ഉണ്ടല്ലോ, രാവിലെ നമ്മൾ 6 മണിക്ക് അവിടെ വീട്ടിൽ നിന്ന് പോന്നാലും 12 മണി ആയാലും കോഴിക്കോട് പിടിക്കില്ല. ചില ദിവസം ഉണ്ടല്ലോ, ആ 6 മണിക്ക് പോയാൽ 10:15 ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തും കൊടുത്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതും വീതി കൂട്ടി നല്ല സെറ്റാക്കണല്ലേ റോഡ്. വേറെ കേരളത്തിൽ നിന്ന് കർണാടകയിൽ പോകാനും തമിഴ്നാട്ടിൽ പോകാനും ഉപയോഗിക്കുന്നൊരു വഴിയല്ലേ. ഡബിൾ ലൈനേ കിട്ടണം. നമ്മളിറങ്ങിയ ചുരം മറ്റേ ഹെവി വണ്ടികൾക്ക് വിട്ടുകൊടുത്തിട്ട് പുതിയ പാത വരുന്നില്ലേ, അതിലെ ബസ്സുകളും അതേപോലെ ഇതുപോലത്തെ ചെറിയ ലോഡ് വണ്ടികളൊക്കെ വിടണം. മറ്റേത് ഹെവി വണ്ടികൾ മാത്രം. ചാർജറിൻ്റെ പിന്ന് ടൈറ്റായിരിക്കുന്നില്ല, ഓടി പോവാം. എൻ്റെ ഫോണിൻ്റെ പിന്ന് പോയതാന്ന് തോന്നുന്നു, പിന്നെ മേടിക്കണം തോന്നുന്നു, സെറ്റാകണം തോന്നുന്നു. ഇതിന് സെപ്പറേറ്റ് സ്വിച്ചാ? വർക്കാവുന്നില്ലല്ലോ. നേരത്തെ വർക്കാവുമായിരുന്നോ? അതെന്തായിരുന്നു? അങ്ങനെ മുട്ടുകെട്ടി തുറക്കാന്നുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഫോണിലെ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകും.
ഇപ്പോൾ ഫാസ്റ്റ് ചാർജ് കയറുന്നുണ്ടല്ലോ. ഇപ്പോൾ ഫാസ്റ്റ് ചാർജ് കയറുന്നുണ്ട്. നേരത്തെ സ്വിച്ച് ചെയ്തിട്ടായിരുന്നു. കൊടുവള്ളി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കട ഉള്ള സ്ഥലമാണ് കേരളത്തിലെ ഈ കൊടുവള്ളി, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി. എണ്ണയിൽ തീരാത്തത്ര റോഡിൻ്റെ ഇരു സൈഡിൽ എവിടെ നിന്ന് തുടങ്ങുകയാണ് നോക്കിയോ, എണ്ണ നോക്കിയോ, ഇവിടെ തുടങ്ങുകയാണ് സ്വർണ്ണക്കടകൾ. ഇതിൻ്റെ താഴെയാണ് ഒരുപാട് സ്വർണ്ണക്കടകളുള്ളത്. സ്വർണ്ണക്കടകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളുള്ള സ്വർണ്ണ ബിസിനസ് നടക്കുന്ന സ്ഥലം. ആ ലൈൻ ഫുള്ള് സ്വർണ്ണക്കടകളാണ്. ഇവിടെ നിന്ന് ഫുള്ള് സ്വർണ്ണക്കടകളാണ്. ഇവിടെ നോക്കിക്കോ, ഇങ്ങോട്ട് വയ്ക്കുക, ഇത് ഫുള്ള് സ്വർണ്ണക്കട. ഇങ്ങോട്ട് നോക്കി, ഈ സൈഡ് കണ്ടോ? ഈ മറ്റേ ഈ സ്വർണം കടത്തി അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് അവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടെ സ്വർണം ഏറ്റവും കൂടുതൽ കടത്തിക്കൊണ്ടിരുന്നത് ഈ ഭാഗത്തുള്ള ഏരിയയിലേക്കല്ലേ. ഇപ്പോൾ എത്രയോ വാർത്തകൾ, നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടില്ലേ. അതൊക്കെ എല്ലാം പറയുന്ന അവസാനം പറയുന്ന പേര് കൊടുവള്ളി. ഈ റോഡ് പോയി നമ്മൾ എവിടെ പോയി ചാടും? അതിലെ പോയി പോരാ, അതിൽ എളുപ്പം. അത് നല്ല റോഡല്ലേ. ഇവിടെ എണ്ണം കൊടുക്കാണ്ട് മൊത്തം വണ്ടി അത് ഭയങ്കര തിരക്കാണല്ലോ. ഫസ്റ്റ് ഡെലിവറിക്ക് പോയപ്പോൾ അയാൾ കൂടെ വന്നു കൊടുക്കണ്ടേന്ന്. പരീക്ഷ നാളെ തൊട്ടല്ലേ തുറക്കണേ? 13. ചെറിയ പിള്ളേർക്ക് അപ്പം തുടങ്ങി കാണും, വലിയ പിള്ളേർക്കൊക്കെ 12 മണിയായി സമയം. 12 മണിയായി. കച്ചവടം നടത്തുന്നു.
ഹെൽമെറ്റ് പോലും ഇല്ല ചെക്കൻ പോകുന്ന അവൻ എത്ര വയസ്സ് ഉണ്ടാവും? അറിയില്ല. 15 വയസ്സുണ്ടാവും. കാരണന്മാർ ചെറിയ പിള്ളേർക്ക് എന്താ ഈ വണ്ടി കൊടുത്തു വിടുന്നതെന്നാ മനസ്സിലാവാത്തത്. ഇത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഇപ്പോൾ പോയി ആക്സിഡൻറ്റ് പറ്റി പോയി ഇടിക്കുന്ന പറ്റിക്ക് പറ്റുന്ന ആളുടെ ഫുൾ ചിലവ് അവരുടെ വീട്ടുകാർ വഹിക്കണം. ഇൻഷുറൻസ് കിട്ടില്ല. ഒന്നാമത് പക്ഷേ നമ്മൾ ഹെൽമെറ്റ് ഇട്ടില്ല, രണ്ടാമത് പ്രായമായിട്ടില്ല, മൂന്നാമത് ലൈസൻസ് ഇല്ല. ഇതൊന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഇൻഷുറൻസുകാരൊക്കെ റിജക്റ്റ് ചെയ്യും. വീട്ടുകാരെന്തിനാ ഈ പരിപാടി ചെയ്യുന്നതെന്ന് മനസ്സിലാത്തത്. കാശുള്ളവരാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ കോടതി വിധി വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവർ ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ പറയുന്നത് അവർ ചെയ്യില്ല. കോടതി പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു ഡോക്ടറെ കാണുമെന്ന് വിചാരിച്ചോ. ഡോക്ടർക്ക് കിട്ടാൻ പോകുന്നത് എത്ര കോടി റുപ്യായിരിക്കും കൊടുക്കേണ്ടി വരിക എന്നറിയോ? അതെങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നറിയോ? ഈ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഒരു 60 വയസ്സ് കഴിഞ്ഞാലൊന്നും അവരുടെ ജോലി വിരമിക്കില്ല. ജീവിതകാലം മുഴുവൻ അവർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ജോബിന് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞാൽ നമ്മൾ വിരമിക്കേണ്ടി വരുമെന്ന്. ഈ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ആളിനൊന്നും ഒരിക്കലും വിരമിക്കേണ്ടി വരില്ല. ഡ്രൈവർമാർ വിരമിക്കുമോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചയും കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിശക്തി ഉള്ളത്രയും കാലം നമ്മൾ പോകില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ കോടതി വിധിക്കുന്ന ഇൻഷുറൻസ് ക്ലെയിം വരുന്നത്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിധിക്കുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാർ, ആ വണ്ടീൻ്റെ ഉടമസ്ഥൻ ആരാണോ ആ വീട്ടുകാരാണ് കൊടുക്കേണ്ടത്. പോവാ അവിടെ നോക്കിയത് കോടതി വിധിക്കുക ഒരു 5 കോടി റുപ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ വയസ്സ് ഒരു 30 വയസ്സ് മരിച്ച ഡോക്ടർക്ക്, അല്ലെങ്കിൽ ഒരു 40 വയസ്സ് മരണപ്പെട്ട ഡോക്ടർക്ക് 40 വയസ്സ്. 40 വയസ്സ് മുതലിപ്പോൾ അയാളൊരു ഏകദേശം എത്ര വർഷം വരെ ജീവിച്ചിരുന്നാൽ അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന വരുമാനം എത്ര, അതിൻ്റെ ഇത്ര പെർസെൻറ്റേജും കൂടി കൂട്ടി അഡീഷണൽ ആഡ് ചെയ്തിട്ട് അവരുടെ കുടുംബത്തിന് ഒരു പൈസ കിട്ടുന്ന രീതിയിലാണ് കോടതി വിധിക്കുക. ആ പൈസ ഈ വണ്ടി ഓടിച്ച് പ്രായപൂർത്തിയാവാത്ത ആ ചെക്കൻ്റെ ആണെങ്കിലും അവരുടെ വീട്ടുകാരായിരിക്കും കൊടുക്കേണ്ടി വരിക. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. ലൈസൻസ് ഇല്ലാത്തവർക്ക് വണ്ടി കൊടുക്കരുത്, അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കാർ അല്ലെ ബൈക്ക് നമ്മുടെ കൂട്ടുകാരന്മാർ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കുന്നില്ലേ? കൊടുക്കാൻ പാടില്ല. അത് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞേക്കുക. കാരണം എന്താ കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബ്ലഡ് റിലേഷൻ അല്ലാത്ത ആർക്കും വണ്ടി പുറമെ കൈ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇവിടെ കൊച്ചിയിൽ ഒരു സിനിമ കാണാൻ പോയപ്പോൾ ഒരു ടവയർ അടിച്ചിട്ട് മരിച്ചില്ലേ? അയാൾ കൊടുത്ത അയാളുടെ ബന്ധു റിലേഷനൊന്നുമല്ല, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള വണ്ടിക്ക്. അതെന്താ ക്ലെയിം വരും? അയാൾ വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുക. അതിപ്പോൾ നമ്മുടെ ബന്ധുക്കളല്ലാത്ത ഒരാൾക്ക് നമ്മുടെ കൂട്ടുകാരായ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലെയിം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് വാടകയ്ക്ക് കൊടുത്തു എന്നുള്ള രീതിയിലേ വരുള്ളൂ. അതുകൊണ്ട് അതിന് ഇൻഷുറൻസ് കിട്ടില്ല, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആരായിരിക്കും? വണ്ടിന് പണിതെടുക്കണമെങ്കിലും ഇപ്പം 5 പേര് അവിടെ മരിച്ചു. ആ 5 പിള്ളേരെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവർ ഡോക്ടർമാരാണ്. ഡോക്ടറാകാൻ പഠിക്കുന്നവരും ആകുന്നവരുമാണ്. അതിലിപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് വരുവാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് അവർ ഈ 5 വീട്ടുകാർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അവരവർ കൈ ഒഴിയാനുള്ള വഴി നോക്കുള്ളൂ. അവർ പറയാൻ പറ്റില്ല എന്നേ പറയുള്ളൂ. അവർ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ആകെ 6 പേർക്ക് അല്ലെങ്കിൽ 8 പേർക്ക് യാത്ര ചെയ്യാൻ വരുന്ന വണ്ടിക്കകത്ത് ആൾക്കാർ എണ്ണം കൂടി യാത്ര ചെയ്തു. അത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. പിന്നെ അത് ആ വണ്ടി ഓടിക്കാൻ കൊടുത്തത് ആ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ മാത്രമേ വണ്ടിയിൽ യാത്ര ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് പുറത്തൊരാൾക്ക് കൊടുത്തത് കൊണ്ട് അവരുടെ പ്രതീക്ഷിക്കുന്ന ആരുമില്ല. പിന്നെ അയാളുടെ മകനോ അയാളുടെ അനിയന്മാരോ അങ്ങനെ അമ്മാവനോ അങ്ങനെയുള്ള ടീമൊന്നും ആരുമല്ല, അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും അല്ലാത്ത സ്ഥിതിക്ക് ആ പൈസ മുഴുവൻ ആ വണ്ടീൻ്റെ ഓണറാണോ അയാൾ കൊടുക്കേണ്ടി വരും. അതാണ് ഇതിന് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ ഓടിക്കുന്ന ഈ വണ്ടി നമ്മൾ മദ്യപിച്ച് ഓടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ വണ്ടീൻ്റെ പെർമിറ്റ് റദ്ദാക്കി ഇതിൻ്റെ വണ്ടി സൈഡാക്കി ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്ന ആരാ? ഇതിൻ്റെ മുതലാളി കൊടുക്കേണ്ടി വരിക. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ ഓരോന്നിനും എടുത്ത് ചാടുമ്പോൾ നമ്മുടെ മുതലാളിമാർ നമ്മളെ വണ്ടി എപ്പിച്ച് വിടുന്നത് നമ്മുടെ വിശ്വസിച്ചല്ലേ? നമ്മുടെ പത്തേരുവൽപ്പള്ളി റോഡ് ഇതേപോലെയെങ്കിലും ആയി കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ?
അമ്പന് എഴുതി വെച്ചിരിക്കുന്ന വരമ്പ്. ഇതിലൂടെ നല്ല ചൂടാണല്ലോ. നമ്മുടെ പിക്കപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ പോലും ഇത്ര ചൂടില്ല. ഇതിൻ്റെ മുകളിൽ മറ്റേ സാധനം ഉണ്ടായിട്ട് പോലും. ഇതിൽ എ സി ഇല്ല. ചൂട് കാറ്റാ വരുന്നത്. ചൂട് കാറ്റാ വരുന്നത്. അത് ഇത് തീർന്നു കാണും, ഗ്യാസ്. എ സി ഇട്ട് നോക്കിയേ. അപ്പം വലിയ മുട്ടും. ആ സിറ്റി എന്നാ സൂപ്പർ വണ്ടിയാണെന്നറിയോ? എന്ത് യാത്രാസുഖം എന്നറിയോ? പോളോക്കാരനാണ് ഈ കിടന്ന് കളിക്കുന്നത്. ഒരു താത്തയാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വന്നത്. ഇതുണ്ടല്ലോ, കുത്തി എടുക്കാമെന്നേ. ആ ഇത് കട്ടാവില്ല. അപ്പം അതിനകത്ത് ആ ലൈറ്റ് കാണിക്കും. അങ്ങനെ കേട്ടില്ല. സെൻസർ എന്തോ സംതിങ് ഉണ്ട്. ഇത് താങ്ങി എടുക്കാനൊന്നും പറ്റുന്നില്ല. ഇതാ മറ്റേ ഇതൊക്കെ ക്യാമ്പയർ കയറിയാലേ വണ്ടി വലിക്കുള്ളൂ. അതങ്ങനെ തന്നെയാ, സെൻസർ വണ്ടി എല്ലാം അങ്ങനെയല്ലേ. വെള്ളം വേണോ വെച്ചേ? വെള്ളം എന്തേ? വെള്ളം മേടിക്കാല്ലേ? വെള്ളം ഉണ്ട്, ബാഗ് കിടക്കുന്നുണ്ടല്ലോ. കൊള്ളില്ല. അത് വിളിച്ചോ? ഞാൻ അവിടുന്ന് മേടിച്ച വെള്ളം കണ്ടോണ്ട് പിന്നെ ഞാൻ പറയാണ്ടിരുന്നത്. അവിടെ നിർത്തിയപ്പോൾ അടുത്ത ഷോപ്പിൽ ഇവിടെയാണ് എടുക്കാനുള്ളത്. അവിടെ ആ കടയിൽ നിന്ന് തന്നെ മേടിക്കാം. തണുത്ത വെള്ളം വാങ്ങിയ ഫുഡീസ് റെസ്റ്റോറൻറ്റ്. എവിടെ? ആ ഇതിനാ മഞ്ഞ ഉണ്ടല്ലേ? മഞ്ഞ ഓട്ടോയ്ക്ക് കറുപ്പായിരുന്നു മൊത്തം. മഞ്ഞ ബോർഡർ ഇടല്ലേ? മുക്കാൻ റോഡായത്. 2 കിലോമീറ്റർ ആയാൽ മുക്കാത്തി. രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ മുക്കത്തുന്നേ. അങ്ങോട്ട് പിന്നെ മുക്കാരിക്കോടെ റോഡാ. നമ്മൾ താമരശ്ശേരി വരുന്ന വഴിയോ? അതല്ല, ഇത് വേറെ ആയിരിക്കും. 7 കിലോമീറ്റർ. അതാ പറഞ്ഞു. 8 കിലോമീറ്റർ കുന്നമംഗലം. മുക്കം, മാവൂര്, ഇത് കാട്ടാങ്ങൽ. രണ്ട് കിലോ 100 രൂപ. ഓറഞ്ച് വാങ്ങി വെക്കാറുന്നേ. 1 കിലോ മേടിക്കാം അല്ലേ? അല്ല, 2 കിലോ മേടിച്ച് വെക്കാൻ കഴിച്ച് അത് പെട്ടെന്ന് 2 കിലോ എന്ന് പറഞ്ഞാൽ എത്ര കുഴി 10 എണ്ണം ഉണ്ടാവും.
ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കണ്ടേ? ശരീരത്തിൽ വെള്ളമായാണ്. ബർഗർ ഇത് ബർഗർ ലോഞ്ചാണ്. ബർഗർ ലോഞ്ച് കട്ടങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. റോഡ് ഇറക്കിയിട്ട് വിളിക്കാം.